നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് പഴയ മോഡലൊരു വോൾവോ മാനുവലാണ്, അതെങ്ങനെ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്ന് നോക്കാം. കാര്യം വണ്ടികൾ നമുക്ക് പലതും കിട്ടും കമ്പനികൾ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഏത് വണ്ടി കിട്ടിയാലും ഓടിക്കാൻ നമ്മൾ കേപ്പബിളായിരിക്കണം. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം, ഈ വണ്ടി എങ്ങനെ ഓടിക്കാം എന്ന് നോക്കാം. ഇത് മാനുവലാണ് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നില്ല, എന്നാൽ പഴയ മോഡൽ മാനുവലിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗിയറും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. 460 EV. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ സീറ്റിൻ്റെ സെറ്റപ്പ് നമുക്കറിയാം, അതുകൊണ്ട് അതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് മാനുവൽ ആകുമ്പോൾ നമുക്കറിയാം പെഡൽ 3 ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്താണ് ഇതിൻ്റെ ഈ പെഡൽ. എന്തിനാണെന്നറിയോ? ഇത് നമുക്ക് സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പുതിയ വണ്ടിക്കകത്ത് വോൾവോയിൽ ഈ ഭാഗത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരെ കണ്ടോ, സ്റ്റിയറിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടോ? കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു 2017 മോഡൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഞാൻ ഇട്ടിരുന്നു. ഇതിൻ്റെ ക്ലസ്റ്റർ ബോർഡിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടോ? ഇവിടെ ഇതിൻ്റെ RPM ഇതാണ് കേട്ടോ കൂട്ടുകാർ, RPM. പിന്നെന്താണ്ട് ഓയിലിൻ്റെ സെറ്റപ്പ്, വല്ല ഓയിൽ പ്രഷർ ഉണ്ടെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ വേണ്ട, സ്പീഡോമീറ്റർ 120 സ്പീഡ്. പിന്നെ രണ്ടും താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് രണ്ടും എയറിൻ്റെയാണ് ഈ സെറ്റപ്പ്. ഓക്കെ, ഇത് പിന്നെ ഡീസലുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണും. പിന്നെ ഇത് ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻ. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും. ഓക്കെ, പിന്നെ ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ ഉപയോഗിക്കാം. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ലിവറാണ്. അതുപോലെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ 2 ഇത് കാണുന്നുണ്ടല്ലോ, വൈപ്പറിൻ്റെയാണ് ഇത് ഒരെണ്ണം. ഇത് സ്റ്റോപ്പറിൻ്റെ ഇഞ്ചൻ ബ്രേക്ക് നമുക്ക് ഇതുവഴി ഓപ്പറേറ്റ് ചെയ്യാം. ഇഞ്ചൻ ബ്രേക്ക് നമ്മൾ ഇടുമ്പോൾ വേണ്ട ഇവനെ താഴോട്ടാക്കിയാൽ മതി ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇഞ്ചൻ ബ്രേക്കായി. ഇവിടാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഹാൻഡ് ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക്. ഓക്കെ, പിന്നെ കൂട്ടുകാരെ AC-യുടെ ഒക്കെ താണ്ടി ഇതാണ് ഫങ്ഷൻ, AC-യുടെ സ്വിച്ച്. ഓക്കെ, ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും. ഇവിടെ ഫാൻ. ഓക്കെ, പിന്നെ ഇവിടുത്തെ ബട്ടൺ നമുക്ക് ഹെവി ഗിയർ ഇടാൻ വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാം. എവിടെങ്കിലും വണ്ടി പൊതഞ്ഞു പോയി പസായിച്ച് പോയെങ്കിൽ നമുക്കിതിട്ട് വണ്ടി മുന്നോട്ടെടുക്കാം. ഓക്കെ, മെയിൻ കാര്യത്തിലേക്ക് വരാം. എല്ലാം കൂടെ 8 ഗിയറേ ഉള്ളൂ ഈ വാഹനത്തിന്. പിന്നെ 4 ഗിയറും കാര്യങ്ങളും ലിവറും കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം മുന്നോട്ട് ഓടിക്കാൻ 7 ഗിയറും അരുവേച്ചറ കൂട്ടി 8 ഗിയർ. ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ ഫങ്ഷൻ. പിന്നെ ക്യാബിന് ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് ഒത്തിരി നല്ല സ്പേസൊക്കെ ഉണ്ട്, കിടക്കാനുള്ള സെറ്റപ്പ്. 2 സീറ്റുണ്ട് ഈ വണ്ടിക്ക്, 2 ബർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വോൾവോയിൽ. കൂട്ടുകാരെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഇതാണ്ടേ മാനുവൽ ഇഗ്നിഷനാണ്. ഇതുവഴി നമ്മളിതൊന്ന് ഓണാക്കി ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏത് വണ്ടി, വലിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതാലും, അത് ചെറുതായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ടൈം കൊടുക്കുക. ഇതാണ്ട് എല്ലാ ക്ലസ്റ്റർ ബോർഡിലും അതിൻ്റേതായ സിഗ്നൽസ് വന്നു തുടങ്ങി, കാണാമല്ലോ. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി കൂട്ടുക, സ്റ്റാർട്ടായി. ഓക്കെ, എയർ ഇപ്പോൾ ഒട്ടുമില്ല. വണ്ടി നിർത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എയർ ആവണം, 5 മിനിറ്റ് എടുക്കും. എയറെല്ലാം എംറ്റിയാണ്. ഈ വണ്ടി മുമ്പോട്ട് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല, എയർ ഫുള്ളാക്കണം. അത് കൂട്ടുകാർ മറന്നു പോകരുത്, എന്നാലും ഇതിൻ്റെ ഫങ്ഷനിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഹോറനൊക്കെ അതോടൊപ്പം ഈ സൈഡിലാണ്. അതാണ്ട് ഇവിടെ പ്രഷറായാലേ വരത്തുള്ളൂ, എയർ പ്രഷറായിട്ടില്ല. ഇവിടെ ഞെക്കിയാൽ മതി. അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇതിൻ്റെ സിസ്റ്റമേ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഇതകത്തോട്ടായാൽ മാത്രമേ, ഇതകത്തോട്ട് പ്രസ് ചെയ്യണം. പ്രഷർ വണ്ടിക്കകത്ത് ആയതിനു ശേഷം
എന്നാലേ ഇത് വർക്കാവും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണം. ചില വണ്ടിക്ക് ഈ സിസ്റ്റം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, പ്രഷറായതിനു ശേഷം ഇവനെ അകത്തോട്ട് പ്രസ് ചെയ്താൽ ബ്രേക്ക് റിലീസ് ആവത്തുള്ളൂ. ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഫൈസ് എന്നാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഫൈസ് ഇന്ത്യയിലാണ് ഇദ്ദേഹം. നാട് UP अले? ओके UP. चलो फैसल भाई, इसका थोड़ा गियर का बता दो सिस्टम अपने लोगों के लिए. प्रेशर बना रहे हैं, प्रेशर बन जाए उसके बाद. ठीक है. हाँ, ഇത് കൂട്ടുകാരെ पहले कौन सा किधर को അങ്ങോട്ട് മാറ്റി മുന്നോട്ട് ഇടുമ്പോൾ ഒന്നാമത്തെ ഗിയർ, ഇത് രണ്ടാമത്തെ ഗിയറായി താഴോട്ട്. പിന്നെ ഇച്ചിരി മാറ്റി 3 മുന്നോട്ട്. 4 പിന്നെ ഫോക്ക് നാലാമത്തെ ഇടുമ്പോൾ ഫോക്ക് താഴോട്ടാക്കിയിട്ടിടണം. നീച്ചു കറണേ. ഈ ഫോക്ക് നാലാമത്തെ ഗിയർ ഇടുമ്പോൾ ഇതിനെ മേപ്പോട്ടാക്കിയിട്ട് വേണം നാലാമത്തെ ഗിയർ ഇടാൻ. അത് മറക്കരുത്. 4 ഇട്ടതിന് ശേഷം നേരെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പം 5ാമത്തെ ഗിയർ ഫോക്കിൽ തന്നെ കിടക്കണം. ഓക്കെ, 5ാമത്തെ ഗിയർ അങ്ങനെ. ഈ 6വാ ഗിയർ, ഇത് 6ാമത്തെ ഗിയറാണ് ഇങ്ങോട്ട്. അപ്പോൾ ഹൈവേയിൽ നമ്മൾ ഓടിക്കുമ്പോൾ നല്ല സ്പീഡിൽ 6ാമത്തെ ഗിയറാണ്, അത് മറന്നു പോകരുത്. ഓക്കെ, പിന്നെ നമുക്ക് 7ാമത്തെ ഗിയർ ഇതാണ്ട് ഇവിടെ ഈ സി എന്ന് കാണുന്നുണ്ടോ? അതാണ് സി ഗിയർ. ഇതർക്കോ ലിവർ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് അടിക്കുമ്പോൾ സി ആവും. ഈ സി ഇടുന്ന എപ്പോഴാണെന്ന് അറിയാമോ കൂട്ടുകാരെ? 7ാമത്തെ ഗിയർ അല്ലെങ്കിൽ സി. ഇത് ചടായി കയറുമ്പോഴാണ്, കയറ്റം കയറുമ്പോൾ ആവശ്യമൊന്നും കണ്ട. അല്ലെ മുന്നോട്ട് ഓടിക്കാൻ 6 ഗിയറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതിനകത്ത് 2 ഫോക്സായുണ്ട്. ഒന്ന് നമുക്ക് 4ാമത്തെ ഗിയർ മുതൽ ഇത് മേപ്പോട്ടാക്കി ഇടണം. പിന്നെ സ്പീഡ് ഇവിടെ ഏതാണ്ട് ഈ സൈഡിൽ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഫോക്ക്. ഓക്കെ, ഡീസൽ സേവിക്കാനും അതുപോലെ വണ്ടിക്ക് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഇത് ഉപയോഗിക്കാം. പിന്നെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട റിവേഴ്സ് ഗിയർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ദാണ്ടെ ഇങ്ങോട്ട് മാക്സിമം പിടിച്ച് ദാണ്ടെ ഇങ്ങോട്ട് ഇടുക, റിവേഴ്സിൽ വീണു. ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ടിട്ടാൽ മതി റിവേഴ്സ്. അപ്പോൾ കംപ്ലീറ്റ് ആയല്ലോ കൂട്ടുകാരെ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ലിവർ ഞാൻ കാണിക്കാം. ഇതിൻ്റെ എഴുത്തും കാര്യങ്ങളും നോക്ക്. ദാണ്ടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം കൂട്ടുകാരെ പ്രഷറായി, വണ്ടിക്കകത്ത് കംപ്ലീറ്റ് പ്രഷറായി. ഓക്കെ, അപ്പം നമുക്ക് ഈ സ്റ്റോപ്പിൻ്റെ കാര്യം ഒന്ന് ചോദിക്കാം. ഈ തോടാ ബത്താതോ. ഇത് കണ്ട് അകത്തോട്ട് ചെയ്യും. ഇത് അകത്തോട്ട് ചെയ്തിട്ട് ഓക്കെ കൂട്ടുകാരെ ഇതിനെ അകത്തോട്ടാക്കിയിട്ട് പിന്നെ ഇതിനെ മേപ്പോട്ട് വിടാം. എന്നാൽ ബ്രേക്ക് റിലീസാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ